ജ്യോതിഷപ്രകാരം എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ ഫലങ്ങൾ പറയുന്നു. ചില സ്ത്രീകൾ ചില നക്ഷത്രത്തിൽ ജനിച്ചാൽ പൊതുവെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അധികമായി അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ അവരുടെ ജനന സമയത്താൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരുന്നു. പൊതുഫലത്തിൽ ഭാഗ്യവതികളായ നക്ഷത്രക്കാർ ആരെല്ലാമെന്ന് നോക്കാം. ഭരണി. ജനനം മുതൽ മരണം വരെ ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണിവർ. ഇവർ ആഗ്രഹിക്കാതെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. സ്വന്തം കഴിവിനാൽ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ. കഠിനാധ്വാനികളായ ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് നൽകുവാനും ഇവർ പൊതുവെ തയ്യാറാണ്. ഇവരുടെ കർമ്മത്താൽ ജീവിതത്തിൽ ആദരവും ബഹുമാനവും കൈവരിക്കുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരായി ഇവരെ കണക്കാക്കപ്പെടുന്നു. കാർത്തിക. ജീവിതത്തിൽ അധികാരത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ. മനക്ലേശങ്ങൾ ഇവരെ അലട്ടുമെങ്കിലും പൊതുവെ സൗഭാഗ്യം ഉള്ളവരാണിവർ. വിദ്യാഭ്യാസപരമായും ധനപരമായും സാമ്പത്തികപരമായും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. അതിനാൽ ഭാഗ്യവതികളായ നക്ഷത്രക്കാരായി ഇവരെ കണക്കാക്കപ്പെടുന്നു. രോഹിണി. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ പ്രസന്ന മുഖമുള്ളവരാണ്. ഇവരെ എല്ലാവരും പെട്ടെന്ന് സ്നേഹിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാൻ സാധിക്കുന്നവരാണിവർ. എന്നാൽ ദാമ്പത്യത്തിൽ ചില വിഷമതകൾ ഇവർക്ക് നേരിടേണ്ടി വരും. എന്നിരുന്നാലും ജീവിതത്തിൽ ഏറെ നേട്ടം കൈവരിക്കുന്നവരാണ് ഇവർ. അതിനാൽ ഭാഗ്യവതികളായ നക്ഷത്രക്കാരായി ഇവരെ കണക്കാക്കാം. മകയിരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ആരോഗ്യമുള്ളവരാണ്. സന്താനങ്ങളാൽ സന്തോഷവും സൗഭാഗ്യവും ഇവർ അനുഭവിക്കുന്നതാണ്. ധനവും സമ്പത്താലും ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതിനാൽ ഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രക്കാരിലൊന്നാണ് മകയിരം നക്ഷത്രം. പൂയം. പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കഷ്ടതകളിലൂടെ ജീവിക്കുകയും ശേഷം അവർക്ക് കൗമാരത്തോടുകൂടി സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പൊതുവെ വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും തങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. കുടുംബജീവിതത്തിൽ മനക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും പൊതുവെ സുഖത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഇവർ സൗഭാഗ്യവതികളായി കണക്കാക്കപ്പെടുന്നു. മകം. പൊതുവെ മകം നക്ഷത്രം സ്ത്രീകൾക്ക് ശുഭകരമാണ്. തങ്ങളുടെ കുടുംബത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. സൽസ്വഭാവികളായ ഇവർ കഠിനാധ്വാനികളാണ്. ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഇവർ കൈവരിക്കുന്നതാണ്. ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമകളായ ഇവർ അറിവും ധനവും നേടുന്നവരാണ്. വളരെ പ്രസന്ന മുഖമുള്ളവരാണിവർ. വീടുകളിലും ഇവർക്ക് തങ്ങളുടേതായ ഒരു സ്ഥാനം ലഭിക്കുന്നതാണ്. അത്തം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇവർ സൗഭാഗ്യമുള്ളവരാണ്. മറ്റുള്ളവർ ഇവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. വിദ്യാഭ്യാസപരമായും കലാപരമായും താല്പര്യമുള്ളവരാണ് ഇക്കൂട്ടർ. അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ദേഷ്യം നിയന്ത്രിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കൈവരുന്നതാണ്. പൂരുരുട്ടാതി. ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ. ഇവർക്ക് സ്വപ്രയത്നത്താൽ സമ്പത്തും ധനവും വന്നു ചേരുന്നതാണ്. സമൂഹത്തിൽ ബഹുമാനം നേടുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ സ്വപ്രയത്നത്താൽ ഉയർച്ച കൈവരിക്കുന്നതായിരിക്കും. രേവതി. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ആദരവും സ്നേഹവും നേടുന്നവരാകുന്നു. ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നവരും അതുമൂലം സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നവരും ആകുന്നു.
ഭാഗ്യവതികളായി കണക്കാക്കുന്ന ഒരു നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. കുടുംബത്തിലും കർമ്മരംഗത്തും അധികാരം പുലർത്തുന്നവരാണിവർ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.